ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന ടോപ്പിക്കാണ്. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ കൺവെർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് അതിനൊരു പുതിയ ടെസ്റ്റ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കൺവെർജൻസിന് വേണ്ടി. ആ ടെസ്റ്റാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അതിൻ്റെ ഒരു തിയറം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇഫ് ദ പോസിറ്റീവ് ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ഓപ്പൺ ഇൻഫിനിറ്റി and if limit x tends to infinity f of x by g of x equal to L, where L is a positive number such that 0 less than L less than infinity, then integral a to infinity f of x dx and integral a to infinity g of x dx both converges or both diverges. അതായത് നമുക്ക് രണ്ട് പോസിറ്റീവ് ഫംഗ്ഷൻസ് എഫും ജിയും ഉണ്ട്. അത് രണ്ടും ക്ലോസ് ഇൻ്റർവൽ എ ഓപ്പൺ ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസ് ആണ്. അവരുടെ കോഷ്യൻ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്താൽ കിട്ടുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എൽ ആണ്. വിച്ച് മീൻസ് ദിസ് limit exists and is a non-negative or clearly positive real number ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സീക്വൻസുകളുടെയും കൺവേർജൻസ് ഒരുപോലെ ആയിരിക്കും. either they converge together or they diverge together. രണ്ടിൻ്റെ കൺവേർജൻസ് ഒരുപോലെ ആയിരിക്കും. സോ ദിസ് ഈസ് ഈസി ടു കമ്പയർ. നമുക്കറിയാവുന്ന ഒരു കൺവേർജൻ സീരീസുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻ്റഗ്രലിനെ കമ്പയർ ചെയ്യാൻ ഇതാണ് എളുപ്പവഴി. സോ അത്തരമൊരു കേസിലേക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ലിമിറ്റുകളെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുപയോഗിച്ച് എന്തായിരിക്കും കൺവേർജിങ് പോയിന്റ് അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയാൻ ഇത് മതി, ഈ ഒരു ടെസ്റ്റ് മതി. സോ യൂസിങ് integral 1 to infinity dx by x square and limit comparison test, discuss the convergence of integral 1 to infinity dx by 1 plus x square. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുള്ള ഇൻ്റഗ്രൽ 1 to infinity dx by x square ആണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 by 1 plus x squareൻ്റെ ഇൻ്റഗ്രൽ 1 to infinity എന്ന ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ വി ടേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x square and g of x equal to 1 by 1 plus x square and take in limit x tends to infinity f of x by g of x. അപ്പോൾ ക്വസ്റ്റൻ എടുക്കാൻ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് x tends to infinity 1 by x square by 1 by 1 plus x square എന്നാണ്. ഇതിനെ റീറൈറ്റ് ചെയ്താൽ 1 plus x square by x square എന്ന് കിട്ടും. ആൻഡ് ഡിവൈഡിങ് ബോത്ത് ടേംസ് ഇൻ ന്യൂമറേറ്റർ ബൈ x square വി ഗെറ്റ് 1 by x square plus 1 എന്ന് കിട്ടും. ആൻഡ് ലിമിറ്റ് x tends to infinity 1 by x square plus 1 1 by x square ലിമിറ്റ് 0 ആണ് നമുക്കറിയാം. സോ 0 plus 1 ദാറ്റ് ഈസ് 1, വിച്ച് മീൻസ് നമ്മൾ തന്നിരിക്കുന്ന ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ റേഷ്യോ അല്ലെങ്കിൽ ഈ കോഷ്യൻ്റ് വാല്യൂ 1 ആയതുകൊണ്ട്, കോഷ്യൻ്റെ ലിമിറ്റ് 1 ആയതുകൊണ്ട് ഇത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും വിൽ എയ്തർ ഡൈവേർജ് ഓർ കൺവേർജ് ടുഗദർ എന്നാണ്. പക്ഷെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻ്റഗ്രൽ 1 to infinity dx by x square എന്നുള്ള വാല്യൂ കൺവേർജ് ചെയ്യുമെന്ന്. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫംഗ്ഷൻ 1 to infinity dx by 1 plus x square കൺവേർജ് ചെയ്യുമെന്ന് പറയാം. ഇനി നമുക്ക് 1 to infinity dx by 1 plus x square കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലിമിറ്റ് s tends to infinity 1 to s എടുക്കും. ലിമിറ്റ് 1 to s എടുക്കുക, 1 by x square dx ചെയ്യുക. 1 by x square ഇൻ്റഗ്രൽ നമുക്കറിയാം tan inverse x ആണ്. സോ tan inverse x from 1 to s or tan inverse s minus tan inverse 1. s tends to infinity ആകുമ്പോൾ tan inverse s എന്നുള്ളത് tan inverse infinity ആണ്, which is pi by 2. tan inverse s-നകത്ത് ഇൻഫിനിറ്റി വരുന്നത് pi by 2 ആയിരിക്കും. സോ pi by 2 minus tan inverse 1 is pi by 4 or pi by 2 minus pi by 4, that is pi by 4 ആയിരിക്കും ഇൻ്റഗ്രൽ വാല്യൂ. അപ്പോൾ നമ്മളോട് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് ചെയ്താൽ മതി. എല്ലാ കേസിലും ഇതുപോലെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, പക്ഷെ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അനദർ എക്സാമ്പിൾ, ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 1 to infinity 3 by e raised to x plus 5 dx കൺവേർജസ്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ളതല്ല, പകരം കൺവേർജ് ചെയ്യുമെന്ന് മാത്രം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു 1 to infinity e raised to minus tx dx കൺവേർജ് ചെയ്യുന്നു. e raised to minus tx ആണ് ലാസ്റ്റ് ക്ലാസ്സിലെ ലാസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ടിയുടെ വാല്യൂ 1 എടുത്ത് നമുക്ക് കിട്ടുന്നത് e raised to minus x എന്നായിരിക്കും. ദാറ്റ് ഈസ് 1 by e raised to x. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity 1 by e raised to x കൺവേർജ് എന്നൊക്കെ പറയാൻ പറ്റും. സോ ലെറ്റ് f of x equal to 1 by e raised to x and g of x equal to our given function 3 by e raised to x plus 5. ഇവരെ റേഷ്യോ എടുക്കുമ്പോൾ f of x by g of x എന്നുള്ളത് 1 by e raised to x by 3 by e raised to x plus 5, or rewriting that we have limit x tends to infinity e raised to x plus 5 by 3 e raised to x. ഇതിനെ വീണ്ടും ഞാൻ രണ്ട് ടേമുകൾ സ്പ്ലിറ്റ് ചെയ്താൽ 1 by 3 plus 5 by 3 e raised to x എന്ന് കിട്ടും. ടേക്ക് ലിമിറ്റ് x tends to infinity, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ e raised to x ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകും. സോ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആയിരിക്കും, 5 by infinity 0 ആയിരിക്കും. സോ 1 by 3 എന്ന വാല്യൂ വരാം, വിച്ച് ഈസ് പോസിറ്റീവ് ആൻഡ് ഫൈനൈറ്റ്. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് 1 by e raised to x കൺവേർജൻ്റ് ആണെന്നാണ്.
സോ ഇതും നമുക്ക് ഗിവൺ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് കൺവെർജിങ് ആണെങ്കിൽ ജി ഓഫ് എക്സും കൺവെർജിങ് ആയിരിക്കും. സോ 3/e⁻x+5 ഫ്രം ലിമിറ്റ് 1 to infinity ഓൾസോ കൺവെർജസ്. നെക്സ്റ്റ് എക്സാമ്പിൾ ടെസ്റ്റ് ഫോർ കൺവെർജൻസ് ഓഫ് ഇന്റഗ്രൽ 1 to infinity x²/√(x⁻5+1) ആണ്. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വേറെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് 1/√x എന്ന ഫംഗ്ഷൻ എടുത്തു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് x²/√(x²+5+1) ജി ഓഫ് എക്സ് 1/√x ആണ്. ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്താൽ ഈ √x ന്യൂമറേറ്ററിലേക്ക് പോകും. √x എന്നത് x⁻1/2 ആണ്. സോ x⁻2 ഇൻറ്റു x⁻1/2 എന്ന് വരാം. ദാറ്റ് ഈസ് x⁻5/2 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ √(x²+1) വരും. സോ ഞാൻ ഈ റൂട്ടിനകത്തുള്ള രണ്ട് ടേമിൽ നിന്നും x⁻5 പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഫസ്റ്റ് ടൈമിൽ x⁻5 പോയാൽ ബാക്കി 1 ആയിരിക്കും. സെക്കൻഡ് ടൈമിൽ ബൈ x⁻5 വരും. റൂട്ടിൻ്റെ പുറത്തേക്ക് x⁻5 വരുമ്പോൾ അത് x⁻5/2 ആവും. സോ യു ഹാവ് x⁻5/2 ബൈ x⁻5/2 ഇൻറ്റു √(1 + 1/x⁻5). x⁻5/2 രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് x⁻5 വിൽ ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ 1/x⁻5 വിൽ ടെൻസ് ടു 0. ഈ ടൈം 0ലേക്ക് പോകും. നമ്മുടെ ലിമിറ്റ് വാല്യൂ 1 ആയിരിക്കും. സോ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണ് ലിമിറ്റ് ഓഫ് ദിസ് കോഷ്യൻസ് കിട്ടുന്നത്. സോ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് വിൽ ബോത്ത് കൺവേർജ് ആൻഡ് ഡൈവേഴ്ജ് ടുഗദർ. ഇനി നമുക്ക് 1 to infinity ജി ഓഫ് എക്സ് നമ്മളെടുത്ത 1/√x കൺവേർജൻ ആണ് ചെക്ക് ചെയ്യണം. അതിന് ജസ്റ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? 1 to infinity 1/√x ദാറ്റ് ഈസ് 1 to infinity 1/x⁻1/dx കിട്ടാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ്റഗ്രൽ 1 to infinity 1/x⁻p എന്നൊരു പ്രോബ്ലം ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു x⁻pയിൽ പിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ 1/x⁻pക്ക് വരെ 1/2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1/∞ ജി ഓഫ് എക്സ് dx ഡൈവേർജൻ്റ് ആയിരിക്കും. കാരണം ഈ വാല്യൂ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ നിന്ന് പറഞ്ഞത് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഇൻ്റഗ്രൽ 1 to infinity 1/x⁻p dx എന്ന ഒരു ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് നമ്മൾ കൺവെർജൻസും ഡൈവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് ഈ പവർ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ഡൈവേർജൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പവർ 1/2 ലെസ് ദാൻ 1 ആണ്. സോ ഇത് ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സും യൂസിങ് കമ്പാരിസൺ ടെസ്റ്റ് പറയുമ്പോൾ ഡൈവേർജിങ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ അബ്സലൂട്ട് കൺവെർജൻസ് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് തന്നെ പറഞ്ഞത് ഇഫ് എഫ് ബിലോങ്സ് ടു റീമൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസ് ഇൻ ക്ലോസ് ഇന്റർവൽ എ എസ് ഫോർ എവറി എസ് ഗ്രേറ്റർ ദാൻ എ. ഇഫ് ഇന്റഗ്രൽ a to infinity മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് dx കൺവെർജസ് we say that integral a to infinity f of x dx is absolutely convergent. നമ്മൾ സാധാരണ കൺവെർജൻസ് അബ്സലൂട്ട് കൺവെർജൻസ് പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. ആ ഫംഗ്ഷൻ്റെ അകത്തൊരു മോഡുലസ് കിട്ടുന്നത് മോഡുലസ് എഫ് ഓഫ് എക്സ് dx ഫ്രം ലിമിറ്റ് a to infinity കൺവെർജൻ്റ് ആണെങ്കിൽ integral a to infinity f of x absolutely convergent ആയിരിക്കും. If f of s equal to integral a to s mod f of x dx and if f is bounded above on closed interval a open infinity, then limit s tends to infinity f of x exists and hence integral a to infinity f of x dx converges absolutely. ഇതൊരു തിയറാണ്, അത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് integral a to s mod f of x dx എന്നാണ്. അത് ബൗണ്ടഡ് ആണെങ്കിൽ, ബൗണ്ടഡ് എബവ് ആണെങ്കിൽ, ഈസ് ബൗണ്ടഡ് എബവ് ഓൺ ക്ലോസ് ഇന്റർവൽ a ഇൻഫിനിറ്റി. നമുക്ക് എന്ത് പറയാം? ബൗണ്ടഡ് എബവ് ആണെങ്കിൽ എന്തായാലും ലിമിറ്റ് s tends to infinity f of x എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറയുന്നത് ഈ ഇൻ്റഗ്രൽ വാല്യൂ ബൗണ്ടഡ് എബവ് ആണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എൻ്റെ പ്രൂഫിലേക്ക് ആകുന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി. നെക്സ്റ്റ് തിയറം പറഞ്ഞു കഴിഞ്ഞാണ് ഇഫ് ഇൻ്റഗ്രൽ a to infinity f of x dx converges absolutely if g belongs to Riemann integral function in as for every s greater than a and if modulus of g of x less than or equal to modulus of f of x then integral a to infinity g of x converges absolutely. വേറെ ഒന്നുമില്ല, നമുക്ക് ഇൻ്റഗ്രൽ a to infinity f of x കൺവെർജൻ്റ് ആണെന്ന് അറിയാം. ജി ഇതേ ഇൻ്റർവൽ നമ്മൾ എ എസ് എന്ന ഇൻ്റർവലിനകത്ത് തന്നെയുള്ള ഒരു റീമൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻസ് ആണ്. ജി ഓഫ് എക്സിൻ്റെ മോഡുലസ് എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസിനേക്കാൾ ചെറുതാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ജി ഓഫ് എക്സ് ഓൾസോ കൺവെർജസ് ആബ്സല്യൂട്ട്ലി. അതിൻ്റെ പ്രൂഫ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജി ഓഫ് എസ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്നുള്ളത് ഇൻ്റഗ്രൽ a to s മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് എടുത്തു. നമുക്ക് അപ്പോൾ ഇത് കൺവെർജ് ചെയ്ത് കാണിച്ചാൽ മതി. നമുക്കറിയാം ഓരോ ജി ഓഫ് എക്സിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to s സെയിം ഇൻ്റർവലിനകത്ത് തന്നെ മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് പറയാം. ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to infinity മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് ക്ലിയർ പറയാം. നമ്മുടെ തൊട്ട് മുമ്പ് ഒരു തിയറം പറഞ്ഞു ബൗണ്ടഡ് എബോവ് എന്ന് കാണിക്കാമെന്ന്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി കൂടെ? ഈ ജി ഓഫ് എസ് എന്ന ഫംഗ്ഷൻ ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to infinity മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ റിയൽ നമ്പർ എന്ന് പറയാം. സോ ജി ഓഫ് എസ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എ റിയൽ നമ്പർ എന്ന് വാല്യൂ നമുക്ക് കിട്ടും. സോ ജി ഓഫ് എസ് ഈസ്
ബൗണ്ടഡ് എബവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ഇൻഫിനിറ്റി. ബൗണ്ടഡ് എബവ് ആണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറം ഒന്നും അപ്ലൈ ചെയ്താൽ ഈ തിയറം പറയുന്നുണ്ട് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ കൺവെർജൻസ് അബ്സല്യൂട്ട്ലി ആയിരിക്കുന്നത്. ജി ഓഫ് എസ് എ ടു എസ് മോഡ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണ് വിച്ച് ഇസ് ബൗണ്ടഡ് എബവ്. സോ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. നെക്സ്റ്റ് തിയറം if integral a to infinity mod f of x dx converges absolutely, then integral a to infinity f of x dx converges എന്നാണ്. അതായത് absolute convergence of integral എടുക്കുന്നത് മോഡ് എ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ആണ്. ഈ മോഡ് എഫ് ഓഫ് എക്സുകളുടെ ഇൻ്റഗ്രൽ അബ്സൊല്യൂട്ട് കൺവെർജൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും അബ്സൊല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് അല്ല മോഡ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എയ്തർ എഫ് ഓഫ് എക്സ് ഓർ മൈനസ് എഫ് ഓഫ് എക്സ്. നമുക്കറിയാം ഏത് കേസായാലും നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് എടുത്താൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതൊന്നെങ്കിൽ 0 ആവും അല്ലെങ്കിൽ ട്വൈസ് ആ നമ്പർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് ഓഫ് എഫ് എക്സ് എങ്ങനെ ഏത് കേസായാലും റിയൽ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. കേസ് എഫ് ഓഫ് എക്സിൻ്റെ ഒപ്പം മോഡ് എഫ് എക്സ് ആഡ് ചെയ്താൽ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെങ്കിൽ ട്വൈസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 പറയാം. ഓ നമുക്ക് ഇങ്ങോട്ട് പറയാം 2 times mod f of x will be always greater than equal to f of x plus mod f of x. കാരണം f of x plus mod f of x ന് വരാവുന്ന മാക്സിമം വാല്യൂ 2 times mod f of x ആണ്. അതിന് വരാവുന്ന മിനിമം വാല്യൂ 0 ആയിരിക്കും. സോ 2 greater than equal to 2 into mod f of x greater than equal to f of x plus mod f of x എന്ന് പറയാം. f of x plus mod of x greater than equal to 0 എന്ന് പറയാം. Writing together these we have 0 less than or equal to f of x plus mod f of x less than or equal to 2 into mod f of x on a less than or equal to x less than infinity എന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് തന്നിരിക്കുന്നത് മോഡ് എഫ് ഓഫ് എക്സ് നമ്മുടെ തിയറത്തിൻ്റെ അസംഷൻ ഉള്ളത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്നാണല്ലോ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 2 into മോഡ് എഫ് ഓഫ് എക്സും കൺവെർജസ് അബ്സല്യൂട്ട്ലി ആയിരിക്കും. കാരണം നമുക്ക് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിന് പറയാൻ പറ്റും. സോ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് അബ്സല്യൂട്ട്ലി ആണെങ്കിൽ നമുക്ക് പറയണം എന്താ, ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എസ് മോഡ് എഫ് ഓഫ് എസ് ഡി എക്സ് എടുത്താൽ ആസ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് എഫ് ഓഫ് എസ് ഈസ് കൺവെർജൻ്റ് എന്ന് പറയാം. സോ കൺവെർജൻ്റ് ആണെങ്കിൽ ക്ലിയർ നമുക്ക് എന്ത് പറയാം, എഫ് ഇസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു എസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ ഇൻ്റഗ്രൽ എ ടു എസ് എടുത്താൽ വിച്ച് ഇസ് സെയിം ആസ് എ ടു എസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് ഓഫ് എഫ് എക്സ്, രണ്ട് സെയിം ആയിരിക്കും. ഈ വാല്യൂം ബൗണ്ടഡ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് തൊട്ട് മുമ്പ് തിയറം വെച്ച് എന്ത് പറയാം, ഈ ഇൻ്റഗ്രൽ എ ടു എസ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ബൗണ്ടഡ് എബവ് ആണ്. സോ അത് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ എന്ത് പറയാം, ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എ ടു എസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. സോ എന്ത് പറയാം, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറയാം. എനിക്കായിട്ട് നമുക്ക് പറയാനുള്ളതിൽ ഇത്രയും കിട്ടി. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് കൺവെർജസ് അബ്സല്യൂട്ട്ലി കിട്ടി. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് അറിയാലോ. സോ എന്ത് പറയാം, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ്, ഈ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ ഇത് കൺവെർജസ് എന്ന് തന്നെ പറയാം. അബ്സല്യൂട്ട് കൺവെർജൻസ് ആയാലും കൺവെർജൻസ് ആയാലും സെയിം ആണ്, കാരണം ആ വാല്യൂ എപ്പോഴും നോൺ 0 ആണ്. സോ അബ്സല്യൂട്ട് കൊണ്ട് ആവശ്യമില്ല. അതായത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും ഫംഗ്ഷൻ ചെയ്താലും രണ്ടും സെയിം തന്നെയാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും ആ വാല്യൂ എടുത്താലും, കാരണം ഇത് പോസിറ്റീവ് വാല്യൂ എപ്പോഴും വരും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും ഈ വാല്യൂ എടുത്താലും എപ്പോഴും സെയിം ആയിരിക്കും. സോ ഇത് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് കൺവെർജ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മോഡുലസ് കൺവെർജ് ചെയ്യുമെങ്കിൽ ഇതും കൺവെർജ് ചെയ്യണം ബൈ ദിസ് കണ്ടീഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് എന്ന് പറയാം. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് എന്ന് പറയാം. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജ് ചെയ്യുമെങ്കിൽ അത് കണ്ടീഷൻ എന്ന് പറയുന്നത് നോക്കൂ. നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഇത് ഈ ഇൻ്റഗ്രലിനകത്തുനിന്ന് ഈ ഇൻ്റഗ്രൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത്. സോ രണ്ടിൻ്റെ ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സബ്ട്രാക്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് രണ്ടും ക്യാൻസൽ ആവും. വി ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എടുത്തതിൽ ഈ ടേമും രണ്ടും കൺവേർജൻറ്റ് ടേമുകളാണ്. സോ അവരുടെ ഡിഫറൻസ് കൺവേർജിങ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓൾസോ കൺവേർജസ്. നെക്സ്റ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ ടെസ്റ്റ് ഫോർ സീരീസ്. അവിടെ ഒരു തിയറത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ആ തിയർ എങ്ങനെയാണ് പറയണേ, ലെറ്റ്
എഫ് ബി എ നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ടു വൺ ഓപ്പൺ ഇൻഫിനിറ്റി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഒരു നോൺ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഏതർ കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ ഡിക്രീസിങ് ആവാം, എങ്ങനെയും കുഴപ്പമില്ല, പക്ഷേ ഇൻക്രീസിങ് അല്ല. കണ്ടീഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ദെൻ സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ വിൽ കൺവേർജ്. അപ്പോൾ നമുക്കൊരു സീരീസിൻ്റെ കൺവേർജൻസിലേക്ക് എത്തി നമ്മൾ. സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി പറഞ്ഞേ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ എന്നുള്ളത് converge if integral 1 to infinity f of x dx converges, and sigma n equal to 1 to infinity f of n will diverge if integral 1 to infinity f of x dx will diverge. അപ്പോൾ നമുക്കൊരു സീരീസിൻ്റെ കൺവേർജും നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ കൺവേർജും കമ്പയർ ചെയ്യാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എ ടു ഇൻഫിനിറ്റിക്ക് വരെ നമ്മൾ 1 to ഇൻഫിനിറ്റി ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ കണ്ടീഷൻ ഉണ്ട് എഫ് ഒരു നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ. അപ്പോൾ എഫ് ഒന്നുകിൽ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോസ് ലെവൽ 1 ഓപ്പൺ ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എല്ലാം നോൺ നെഗറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ എന്ന സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യണം. സിമിലർലി ആ സീരീസ് ഡൈവേർജ് ചെയ്യണമെങ്കിൽ ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യണം. അപ്പോൾ ഈ സീരീസും നമ്മുടെ ഇൻ്റഗ്രലും തമ്മിലുള്ള കൺവേർജൻസിൻ്റെ റിലേഷനാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 1 to ഇൻഫിനിറ്റി ആണ്, എഫ് ഓഫ് എക്സ് നോൺ ഇൻക്രീസിംഗ് ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. ഗിവൺ എഫ് ഈസ് നോൺ ഇൻക്രീസിങ്, സോ നമുക്ക് എന്താ പറയാം, n ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു n പ്ലസ് 1 എഫ് ഓഫ് എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ പ്ലസ് 1. കാരണം എഫ് ഇൻക്രീസിങ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ കൂടുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ കൂടണം. അപ്പോൾ നോൺ ഇൻക്രീസിങ് ആയതുകൊണ്ട് ഒന്നുകിൽ കുറയണം അല്ലെങ്കിൽ ഈക്വൽ ആയി നിൽക്കണം. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ, അതായത് നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഈ 3 ടേമിനും ഇൻ്റഗ്രൽ 1 to n പ്ലസ് 1 എടുക്കുകയാണ്. ഈ ഇനീക്വാളിറ്റിക്ക് അകത്ത് integral n to n plus 1 എടുക്കുകയാണ്. സോ വി ഗെറ്റ് integral n to n plus 1 f of n dx greater than equal to integral n to n plus 1 f of x dx greater than equal to integral n to n plus 1 f of n plus 1 dx. ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. f of n dx വിത്ത് റെസ്പെക്ട് ടു x ആണ് ഡിഗ്രേഡ് ചെയ്യണേ. സോ f of n പുറത്തേക്ക് എടുക്കാം. സോ n to n plus 1 dx ചെയ്യുക. n to n plus 1 f of x dx മാറ്റമില്ല. ഇവിടെ f of n plus 1 പുറത്തേക്ക് എടുത്തു, n to n plus 1. ഈ n to n plus 1 dx ൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഇവിടെയും അത് 1 ആയിരിക്കും. സോ f of n greater than equal to integral n to n plus 1 f of x dx greater than equal to f of n plus 1 കിട്ടും. ഇനി we take capital N as a natural number and we take a summation n equal to 1 to n minus 1. ഈ 3 ആളുകൾക്കും സിഗ്മ n equal to 1 to n minus 1 എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എഫ് ഓഫ് n എന്നുള്ള ടേമിന് സമ്മേഷൻ എടുക്കുമ്പോൾ n to n minus 1 എഫ് ഓഫ് n തന്നെ വരും. സെക്കൻഡ് ടേമിൽ നമുക്കൊരു ഇൻ്റഗ്രൽ ഉള്ളത്, ഇൻ്റഗ്രലിൽ എൻ്റെ വാല്യൂ n to n plus 1 ആണ്. സോ അവിടെ നമ്മൾ സമ്മേഷൻ എടുക്കുമ്പോൾ എന്ത് പറ്റും, എന്നിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് പോകും. അത് നമുക്ക് ഈ ഇൻ്റഗ്രലിന് അപ്ലൈ ചെയ്താൽ മതി. ഇൻ്റഗ്രലുടെ സമ്മിൽ സമ്മേഷൻ കൊണ്ടുവരുമ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് മാറ്റിയാൽ മതി. ഇവിടെ n to n plus 1 ആണ്, നമ്മൾ സമ്മേഷൻ എടുക്കുന്നത് 1 to n minus 1 ആണ്. സോ എന്നിൻ്റെ ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് n plus 1 വരെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്മോൾ n minus 1 കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ n എന്നും കിട്ടും. നമുക്ക് ശരിക്കും അത് സമ്മേഷൻ പോലെ നീട്ടിയിട്ട് എഴുതി പോകാം. അത് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെറുതാക്കിയതാണ്. സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 2 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് n minus 1 to n വരെ വരും. അതിന് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. തേർഡ് ടൈം എഫ് ഓഫ് n പ്ലസ് 1 നമ്മൾ ചെയ്യുമ്പോൾ n equal to 1 to n minus 1 എഫ് ഓഫ് n പ്ലസ് 1 എഴുതാം. ഞാൻ ഈ n plus 1 ഒന്ന് k എന്ന് റീപ്ലേസ് ചെയ്താൽ എൻ്റെ n equal to 1 to n minus 1 എന്നുള്ളത് k equal to 2 to ക്യാപിറ്റൽ എന്ന് പറയും. കാരണം kയുടെ വാല്യൂ n plus 1 ആണ്. അപ്പോൾ n equal to 1 ആകുമ്പോൾ kയുടെ വാല്യൂ 2 ആയിരിക്കും. അപ്പർ ലിമിറ്റ് n equal to n minus 1 ആകുമ്പോൾ kയുടെ വാല്യൂ ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ k equal to 2 to ക്യാപിറ്റൽ എഫ് ഓഫ് k എന്ന് എഴുതാം. സോ നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞ ഇഫ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിയിൽ കൺവേർജിങ് ആണെങ്കിൽ കൺവേർജ് ചെയ്യുന്ന വാല്യൂ നമ്മൾ റിയൽ നമ്പർ a എന്നെടുത്തു. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഇത്രയും ഈ പോർഷൻ മാത്രം എടുത്താൽ നമുക്കുള്ള ഈ ഇനീക്വാളിറ്റീസിന് ഇത്രയും പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂല് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു a എന്ന് പറയാം, സിൻസ് ദിസ് ഇസ് കൺവേർജൻ. ഞാൻ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ സമ്മേഷൻ k equal to 2 to n എഫ് ഓഫ് k ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് ഉണ്ട് ഇപ്പോൾ അത്രയും, വിച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് പറയാം. കാരണം 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജിങ് ആണെങ്കിൽ ദിസ് ഈസ് ഓൾവേസ് ട്രൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ n k equal to 2 to n എഫ് ഓഫ് k ഈസ് ലെസ് ദാൻ ഈക്വൽ ടു a എന്ന് കിട്ടി. ഈ സിഗ്മ k equal to 2 to n എഫ് ഓഫ് k എന്നുള്ളത് എന്താണ്, ദിസ് ഇസ് എ പാർഷ്യൽ സം അല്ലേ.
k equal to 2 to infinity എന്ന സീക്വൻസിൻ്റെ ഒരു പാർഷ്യൽ സമ്മാണിത്. സോ ദ പാർഷ്യൽ സം ഓഫ് സീരീസ് k equal to 2 to infinity f of k ഈസ് ബൗണ്ടറി അബവ്. അതിന് ഒരു പാർഷ്യൽ സം n വരെയുള്ള പാർഷ്യൽ സമ്മാണിത്. സോ അത് ബൗണ്ടറി അബവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഈസ് കൺവെർജൻ്റ് എന്ന് പറയാം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജൻ്റ് ആകുമ്പോഴാണല്ലോ ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആവുക. അപ്പോൾ സീരീസ് k equal to 1 to infinity f of k ഈസ് കൺവെർജൻ്റ് എന്ന് പറയാം. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഡൈവേർജൻറ്റിന് അപ്ലൈ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇഫ് ഇന്റഗ്രൽ 1 to infinity f of x converges, the divergence of sigma n equal to 1 to infinity f of n can be established similarly. Since നമുക്ക് തന്നിരിക്കുന്ന ഇതിലെ ആദ്യത്തെ പാർട്ട് ഇത്രയും ഭാഗം മാത്രം നമുക്കൊരു എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് ഡൈവർജൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ലെഫ്റ്റ് അപ്പ് ടു യു. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഈസിയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് യൂസിങ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എസ്റ്റാബ്ലിഷ് ദ കൺവെർജൻസ് ഓഫ് സിഗ്മ n equal to 1 to infinity 1 by n square. സിഗ്മ n equal to 1 to infinity 1 by n square കൺവെർജിങ് ആണോ എന്ന് ഇൻ്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. അത് എഫ് ഓഫ് എക്സ് ആണ്, 1 by x square എന്ന ഫംഗ്ഷനാണ്. സോ 1 by x squareൽ എക്സിൻ്റെ വാല്യൂ 1 to infinity എടുത്താൽ ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോൺ ഇൻക്രീസിങ്ങും ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഓക്കെയാണ്. നമുക്ക് എന്ത് പറയാം, സിഗ്മ 1 to infinity f of n സിഗ്മ n equal to 1 to infinity f of n നമുക്ക് സിഗ്മ n equal to 1 to infinity 1 by n square എഴുതിയാൽ മതി. ഇനി നമുക്കറിയാവുന്ന കേസ് ഇത്രേ ഉള്ളൂ. സിഗ്മ ഇൻ്റഗ്രൽ 1 to infinity f of x equal to ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx ആണ്. ഈ ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx കൺവെർജൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ സിംപ്ലി അപ്ലൈയിങ് അവർ തിയറം വി ഡിസ്കസ് അബവ് വി ക്യാൻ സേ ദാറ്റ് സിഗ്മ n equal to 1 to infinity f of n ഈസ് കൺവെർജൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൺവെർജൻസ് പ്രൂവ് ചെയ്യാം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കിട്ടും. പക്ഷേ അത് നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സോ ദസ് സിഗ്മ n equal to 1 to infinity f of n where f of n is 1 by n square is convergent എന്ന് പറയാം. Thus we are concluding here. Thank you.